ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ആക്ച്വലി ടെമ്പററി പോസ് ചെയ്തൊക്കെയാണ്. നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷൻ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആരും അത് അപ്ലൈ ചെയ്യാൻ പോകണ്ട. എന്ന് വെച്ചാൽ HDFC ബാങ്ക് ഇപ്പോൾ സ്വിഗ്ഗിയുടെ കാർഡ് ടെമ്പററി പോസ് ചെയ്തൊക്കെയാണ്. മിക്കവാറും അത് ഇനി ആ കാർഡ് ക്യാൻസൽ ആവാനേ സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ അത് ആക്ച്വലി ബാങ്കിന് നല്ല നഷ്ടം ഉണ്ടാക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് സ്ട്രക്ചർ ആയിരുന്നു നമ്മുടെ HDFC സ്വിഗ്ഗി കാർഡിൻ്റെ. അതായത് 10% ക്യാഷ് ബാക്ക് ഓൺ സ്വിഗ്ഗി, അതുപോലെ തന്നെ 5% ക്യാഷ് ബാക്ക് ഓൺ അതർ സ്പെൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ബാങ്കിന് നഷ്ടമായതുകൊണ്ട് അവർ ആ പരിപാടി നിർത്താനുള്ള, അല്ലെങ്കിൽ ആ ടൈപ്പ് നിർത്താനുള്ള ഒരു പരിപാടിയിലായിരിക്കും. ആ ടെമ്പററി പോസ് മിക്കവാറും അത് പെർമനൻ്റ്ലി ആ കാർഡ് ക്ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഈ കാർഡുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഈ കാർഡിനും പകരം വേറെ കാർഡ് HDFC കാർഡ് തന്നെ വേറെ കാർഡ് വരും. ഓൾറെഡി ഉള്ളവർക്ക് ചിലപ്പോൾ ടെമ്പററി ആ കാർഡ് നിർത്തുകയാണെങ്കിൽ ആ കാർഡ് ക്ലോസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വേറെ HDFC കാർഡ് വരും. അങ്ങനെയാണ് നോർമലി ഒരു ക്രെഡിറ്റ് കാർഡ് സ്റ്റോപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ആകുമ്പോൾ നോർമലി ബാങ്ക് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ബാഡ് ന്യൂസ് ആണ്. അത്യാവശ്യം നല്ല കാർഡായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ മിക്ക ആൾക്കാരും സ്വിഗ്ഗിയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ സ്വിഗ്ഗിയിൽ 10% ക്യാഷ് ബാക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അത് മാത്രമല്ല 5% ക്യാഷ് ബാക്ക് ആണ് അതർ സ്പെൻസിനും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കാർഡായിരുന്നു. അപ്പോൾ മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവർ ആക്ച്വലി ഇതിൻ്റെ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അതായത് ഇത് ടെമ്പററി ആണോ അതോ പെർമനൻ്റ് ആണോ, അതായത് ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക റിവാർഡ് സ്ട്രക്ചർ മാറ്റുമോ, അങ്ങനത്തെ പരിപാടികളൊന്നും പറഞ്ഞിട്ടില്ല. മിക്കവാറും ചാൻസ് അതിനാണ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇത് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. നമ്മൾ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത കാണാം. ബൈ.